നമ്മളൊക്കെ നമ്മുടെ സാധാരണ കൂട്ടുകാർ വിളിക്കുന്ന വിളിയുണ്ട്, പേരെടുത്ത് വിളിക്കാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാളും പേരെടുത്ത് വിളിക്കാവതല്ല. ലോകത്ത് അല്ലാഹു തആല പെർമിറ്റ് നിഷേധിച്ചു കഴിഞ്ഞു. സർവ്വ അമ്പിയാക്കളെയും ജനങ്ങൾ പേരെടുത്ത് വിളിച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ യാ ആദമു എന്ന് വിളിച്ചു, ഈസാ നബി അലൈഹിസ്സലാമിനെ യാ ഈസാ എന്ന് വിളിച്ചു, മൂസാ നബി അലൈഹിസ്സലാമിനെ യാ മൂസ എന്ന് വിളിച്ചു. പക്ഷേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ വന്ന് ഒരഅറാബി ഒരിക്കൽ പേര് കൊണ്ട് സംബോധന ചെയ്തപ്പോൾ അല്ലാഹു ആയത്തിറക്കി, ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ അന്യോന്യം പേരെടുത്ത് വിളിക്കും പോലെ അല്ലാഹുവിന്റെ റസൂലിനെ പേര് കൊണ്ട് വിളിക്കല്ല. പകരം നിങ്ങൾ വിളിക്കേണ്ടത് എങ്ങനെയാണ്? ആ വിളിക്കേണ്ട ശൈലിയും അല്ലാഹു പഠിപ്പിച്ചു തന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആദം നബിയെ എങ്ങനെയാണ് വിളിച്ചത്? യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന. നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു എങ്ങനെയാ വിളിച്ചത്? യാ നൂഹു ഇന്നഹു ലൈസ മിൻ അഹ്ലിക ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചത് പേര് കൊണ്ടല്ലേ? ശുഐബ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചത് പേര് കൊണ്ടല്ലേ? പേരെടുത്ത് വിളിക്കാത്ത ഒരു ഹബീബ് അല്ലാഹുവിന് ഒന്ന് മാത്രമാണ്. തിരുനബി അല്ലാഹു സംബോധന ചെയ്തത് യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹൽ മുസമ്മിലു, യാ അയ്യുഹൽ മുദ്ദസിറു. വിശുദ്ധ ഖുർആനിൽ എവിടെയും ഒരൊറ്റ സ്ഥലങ്ങളിലും പേരെടുത്ത് വിളിച്ചിട്ടേ ഇല്ല. ജനങ്ങളോടുള്ള കൽപ്പനയും അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ നിസ്കാരത്തിൽ നമ്മൾ വിളിക്കുന്നത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നാണ്. അയ്യുഹൻ നബിയു എന്ന് മാറ്റിയിട്ട് ഒരാൾ പേരെടുത്ത് വിളിച്ചാലോ ഏറ്റവും വലിയ അനാദരവാണ് അയാളുടെ നിസ്കാരം. ആ നിസ്കാരം തന്നെ സ്വീകാര്യമാകൂല, സ്വഹീഹാകൂല. വിളിക്കേണ്ട ശൈലി അങ്ങനെയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു.